ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സായിരുന്നു. നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ കംപ്ലയിൻറ്റ്സ് പറയുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഒരു ചാട്ടം, അതുപോലെ ഒരു കുതിപ്പ്, അതൊക്കെയാണ് കംപ്ലയിൻറ്റ് പറഞ്ഞത്. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറുക, പിന്നെ ലെഫ്റ്റ് സൈഡ് ഒരു മിറർ മാറ്റുക, ഇതൊക്കെയാണ്. പിന്നെ വാട്ടർ സർവീസ്, ഇതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ്സ്. അപ്പോൾ ആ ഫ്രണ്ട് ഫസ്റ്റ് എടുക്കുമ്പോൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഒരു ചാട്ടത്തിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കണ്ടി, ക്ലച്ചിൻ്റെ ഉള്ളിൽ നിന്നൊരു കംപ്ലയിൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ക്ലച്ച് നമുക്ക് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. നല്ല അത്യാവശ്യം അതിലൊരു ക്ലച്ചിലുള്ള ഗ്രീസൊക്കെ അടിഞ്ഞ് കയറിയിട്ട് ക്ലച്ച് ഔട്ട് കറക്റ്റായിട്ട് പിടിക്കാതെ വരുമ്പോഴുള്ള ഒരു കംപ്ലയിൻറ്റ്സാണ് കാണിച്ചിരുന്നത്. നമുക്ക് ഫുള്ളായിട്ട് ക്ലച്ചിന് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ ഈ ക്ലച്ചും ബെൽറ്റ് വർക്ക് കിട്ടുള്ളൂ, ക്ലച്ച് ഫുള്ള് വരും. ഇതിൻ്റെ ഈ ഹോളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കംപ്ലയിൻ്റാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലച്ച് ഫുള്ളിയും മാറ്റണം, അതുപോലെ ക്ലച്ച് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം ആ കംപ്ലയിൻറ്റ് റെഡിയാക്കാം കേട്ടോ. നമ്മൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റാറായിരുന്നുള്ളൂ. അപ്പോൾ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ സൈലൻസറിൻ്റെ മേലെ വരുന്നൊരു ഗാർഡ് ഒരു 100 താഴേക്ക് വരുന്നില്ല. അപ്പോൾ ഈ ഒരു നമുക്ക് ഇതും കൂടി മാറ്റി കളയാം. അതൊക്കെ ഭയങ്കര തൂങ്ങി പറഞ്ഞിട്ടാണ്. ചിലപ്പോൾ നമ്മുടെ കാലിലൊക്കെ കൊണ്ടുപോയി കാലം മുറിയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഗാർഡും കൂടി ഒന്ന് മാറ്റിയിടാം. പിന്നെ ലെഫ്റ്റ് സൈഡും മിററും വാട്ടർ സർവീസാണ് പറഞ്ഞത്. ഇത്രയും വർക്ക് ചെയ്ത് വരുമ്പോൾ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്പയർ ചെയ്താൽ മതി. ഓക്കെ.